ആ മല കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പണിക്ക് പോവാണ്. അപ്പോൾ ഒതായി ഭാഗത്താണ് പണി. സാധാരണ അരീക്കോട് വഴിയാണ് പോകാറ്. അരീക്കോട് വഴി പോകുമ്പോൾ 30 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 8:30 അടുത്തും. ഇതുവഴിയാകുമ്പോൾ 15-16 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ തന്നെ യാത്ര ചെയ്യണം. ഇന്ധനം കൊണ്ടോ സമയം കൊണ്ടോ ഒന്നും വലിയൊരു ആദായമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു യാത്രാ വൈബ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, കോട മൂടി നിൽക്കുകയാണ് പോകുന്ന വഴിയൊക്കെ. ശരിക്കും റോഡോ എതിരെ വരുന്ന വാഹനങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും കാണൂല ചില ഏരിയയിലൊന്നും. പിന്നെ പറഞ്ഞാല് നമ്മൾ ഫുള്ള് യാത്ര ചെയ്യുന്ന കിഴക്ക് ഭാഗത്തേക്കാണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ലൈറ്റ് ക്യാമറേൻ്റെ ലെൻസ് നമുക്ക് ഇങ്ങനെ തട്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഒരു ബുദ്ധിമുട്ടായി കാണുന്നത്. വണ്ടീൻ്റെ ഹാൻഡിൽമേൽ വയ്ക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പം അതിൽ വീഡിയോ ഒന്നും കാണില്ല, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേ കാണുള്ളൂ. അതുകൊണ്ടാണ് ആ ലൈറ്റിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞ്, സൂര്യപ്രകാശം തട്ടിയിട്ട്. ഈ റോഡ് നോക്കണ്ട, ഇത് നല്ല റോഡാണ്. ഇതൊരു 5 കിലോമീറ്റർ ഉള്ളൂ, തോട്ടുമുക്കം വരെ നല്ല റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡും ഫുള്ള് കയറ്റവും ഇറക്കമൊക്കെ. അപ്പോൾ അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. തോട്ടുമുക്കം ഏകദേശം എത്താനായി. അങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാ. എന്തായാലും എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ തോട്ടുമുക്കം കഴിഞ്ഞ് വെറ്റിലപ്പാറയും കഴിഞ്ഞ് ഇവിടെ നിന്നാണ് കയറ്റം തുടങ്ങുന്നത്. അതുള്ള ഓഫ് റോഡ് പോലെയാണ്. ഈ ലൈറ്റ് ഇങ്ങനെ ലെൻസ് നമുക്ക് അടിച്ചിട്ടാണ് വ്യക്തമാകത്ത്. പിന്നെ ക്യാമറ വണ്ടീൻ്റെ ആൻഡൽമലായതുകൊണ്ട് വണ്ടി ചെരിഞ്ഞ് നിൽക്കുന്നതിനനുസരിച്ച് ക്യാമറയും ചെരിയും. അപ്പോൾ കയറ്റത്തിൻ്റെ ഇത് ക്യാമറയിൽ അങ്ങനെ വ്യക്തമാവില്ല. നമുക്ക് ആ വീട് നിൽക്കുന്ന സ്ഥലം അതിലോ ആ ഭിത്തിയൊക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. കുത്തനെ കയറ്റ, ഒരു 2.5 കിലോമീറ്റർ നേരെ കയറ്റ, ഒരു കുറവില്ലാതെ അങ്ങനെ കയറി പോകും, ചുരം പോലെ. അവർ ആള് മനസ്സിനൊന്നും ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പതുക്കെ ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ. സമയമെടുക്കും. അവര് യാത്രാ വൈബ് എന്നുള്ളതിൽ ഇങ്ങനെ പോണം. ഇറക്കിറങ്ങുമ്പോഴൊക്കെ നമ്മള് ഫുള്ള് ബ്രേക്ക് പിടിച്ച് താങ്ങിറങ്ങണോണ്ട് ടയറിനും ബ്രേക്ക് പാഡിനൊക്കെ തേയ്മാനം കൂടുതൽ സംഭവിക്കും. ഒരു കണക്കിന് നോക്കണത് നഷ്ടമാണ്. സമയം കൊണ്ടും അതല്ല, ഇന്ധനം കൊണ്ടും അതല്ല. പിന്നെ ഇങ്ങനെ ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ ഒരു യാത്ര എന്നുള്ളൂ. ഇത് കുത്തനെ കയറ്റം അങ്ങനെ പോവാണ്. കയറ്റം കറക്റ്റ് 2.5 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ആ 2.5 കിലോമീറ്റർ അതേപോലെ ഇറക്കും. ആ ലൈറ്റ് ഇങ്ങനെ ലെൻസ് നമുക്ക് അടിച്ചിട്ടൊരു ബുദ്ധിമുട്ട്. അത് ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണൂല, പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്തേ കാണുള്ളൂ. എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. എൻ്റെ അഭിപ്രായമുള്ളവർക്ക് പറയാം. കാറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ, ആ ചുരം പോലെയാണ്. റോഡും വളരെ മോശമാണ്. വണ്ടി കണ്ടീഷൻ ഇല്ലാത്തവരൊന്നും ഇങ്ങനത്തെ വഴിക്ക് പോരരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഭാഗത്തേക്കാണ്ട് ഇറക്കാണ്ട് അങ്ങോട്ട് പോയിക്കോളും. എന്നാൽ ഇവിടെ നിന്ന് അധിക സ്ഥലത്തും ആൾ താമസമില്ലാത്ത സ്ഥലമാണ്. അവിടെയും ഇവിടെയൊക്കെ ഓരോ വീടും ഓരോ മനുഷ്യരൊക്കെ കാണാം. വണ്ടിയും ഒന്നും അല്ലാതെ കാണൂല. എന്തെങ്കിലും പറ്റിയാലൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനത്തെ ഓഫ് റോഡ് മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ. മഴ വേണം, പക്ഷെ ഈ റോഡിനൊക്കെ മഴ ഉണ്ടായാലും എന്താ അവസ്ഥ എന്നറിയില്ല. ഇറക്കത്തിൽ ചിലപ്പോൾ പിടുത്തം കിട്ടിയില്ല എന്ന് വരും. പിന്നെ കുണ്ടും കുഴിയാണ്, അവിടെ ഇവിടെയൊക്കെ തങ്ങിക്കോളും. പിന്നെ ഈ മലേൻ്റെ മുകളിൽ ഒരുപാട് അരുവികളും ഇങ്ങനെ വെള്ളം ചാടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ സമയം ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ നിർത്തി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോരും.
ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും. അവിടൊക്കെ ഇങ്ങനെ സ്ഥലം എടുത്ത് അവിടെ ഇങ്ങനെ ചെറിയൊരു വീടൊക്കെ വെച്ച് അവിടെ അങ്ങനെ തങ്ങണം. നല്ലൊരു വൈബായിരിക്കും. അപ്പൊ എങ്ങനെയുണ്ട് ഓഫ് റോഡ് യാത്ര? എന്തായാലും ടോപ്പിലെത്തി. ഇവിടുത്തെ പോയിക്കാണ് ഇങ്ങനെ ചെവി ഇങ്ങനെ അടയ്ക്കുന്നതാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും അറിയില്ല, എനിക്ക് ഉണ്ടാവും. പിന്നെ ഇറങ്ങുമ്പോഴും നല്ലൊരു അനുഭവമാണ്.